സത്യദീപത്തിൻ്റെ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ പ്രിയപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവേയും പ്രിയപ്പെട്ട കരിയിൽ പിതാവേയും ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ കാലം ഈ സത്യദീപം വായിച്ചിട്ടുള്ള ഒരാൾ മിക്കവാറും നമ്മുടെ പ്രിയപ്പെട്ട പത്മനാഭൻ മാഷായിരിക്കും. 98 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരു 90 വർഷമെങ്കിലും ഈ സത്യദീപം വായിച്ചു കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാറാണിന്ന് നമ്മുടെ പാറക്കാട്ടി പിതാവിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അതുപോലെ സത്യദീപത്തിൽ ഒരുപാട് കാലഘട്ടം നിരൂപകനായി എഴുതുകയും ഇപ്പോഴും എഴുത്ത് തുടർന്നുകൊണ്ടിരിക്കുകയും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു മടിയും കാട്ടാതിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു സാറെ, അദ്ദേഹത്തിൻ്റെ വയസ്സ് 86. അപ്പോൾ മാർട്ടിനച്ഛൻ 80 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മിക്കവാറും 86ൻ്റെ പക്വത ആവാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, 80ൻ്റെ ചെറുവർക്ക് ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ജിമ്മി പൂജക്കാട്ടച്ച, പ്രിയ മാർട്ടിനച്ച, പ്രിയ കുര്യാക്കോസ് മുണ്ടണ്ണച്ച, നമ്മുടെ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷൈജു, പ്രിയ അരിസ്റ്റോട്ടിൽ, ജസ്റ്റിനച്ച, വേദിയെ ധന്യമാക്കുന്ന അതിപ്രഗത്ഭരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരുപാട് പേര് മുൻനിരയിലൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരെയും ഞാൻ സ്നേഹവന്ദനം പറയുന്നു. ആമുഖ പ്രഭാഷണമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എവിടെ തുടങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തുമ്പ് മാർട്ടിനച്ഛന് ഇട്ട് തന്നു. 40 വർഷത്തിലധികമായിട്ട് സത്യവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന അന്നാണ്. ഞാനൊരു 10-15 വർഷവും കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു. ഒരു 7 വയസ്സുള്ളപ്പോൾ സത്യദീപത്തിൻ്റെ ബാലവേദി എന്ന് പറയുന്നൊരു വേദി ഉണ്ടായിരുന്നു. ആ വേദിയിൽ ആദ്യമായിട്ട് കുര്യൻ ജോസഫ് എന്ന് എൻ്റെ പേര് അടിച്ചു വന്ന് ഞാൻ എത്ര ആഴ്ച നോക്കിയിരുന്നറിയാം ഈ പേരൊന്ന് അടിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സന്തോഷം എനിക്ക് വേണം മിക്കവാറും ഒരു 60 വർഷത്തിന് മുമ്പാണ്. അത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ സത്യദീപം വിതരണം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യദീപത്തിൽ എഴുതാനായിട്ടുള്ളൊരു ധൈര്യം കാണിച്ചത്. ഞാൻ എഴുതിയതല്ല, ഈ ഇരിക്കുന്ന ഈ തേലക്കാട്ടച്ഛനുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞു എടോ തന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ താൻ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പ്രസംഗിക്കുന്ന ആളെ എഴുത്തുകാരനാക്കി മാറ്റിയ ഒരാളാണ്. അത് ഫ്രാങ്കിളിനാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാങ്കിളിനാണ് മിക്കവാറും എൻ്റെ ഒരു 90% ലേഖനം സത്യദീപത്തിൽ എഴുതിയിട്ടുള്ള ആൾ. എനിക്ക് ദൈവം പ്രസംഗിക്കാനൊരു കഴിവ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു എളിയ വിശ്വാസം. പക്ഷേ എഴുതാൻ എൻ്റെ എത്ര നോക്കിയിട്ട് എനിക്ക് അതേ സ്പീഡിൽ പറ്റുന്നില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യദീപത്തിൻ്റെ നമ്മുടെ ഗവേണിംഗ് ബോർഡ് മെമ്പറായിട്ട് ഒരുപാട് വർഷക്കാലം ഉണ്ടായിരുന്നു, ഞാൻ ജഡ്ജ് ആവുന്നവരേക്കും. അതുപോലെ തന്നെ സത്യദീപത്തിൻ്റെ നിയമോപദേഷ്ടാവായിരുന്നു. അങ്ങനെ സത്യദീപമായിട്ട് ഒരുപാട് ബന്ധം. അപ്പോൾ അതൊരു തിരുത്തോടുകൂടി ആരംഭിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്ന മാതിരി നമ്മുടെ പ്രതിപ്പെട്ട നമ്മുടെ റോജി ജോണൻ, നമ്മുടെ മന്ത്രിയും 2 MLA-മാരും വിനോദും മനോജും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഉടനെ മുഖ്യമന്ത്രി എത്തുന്ന ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി എത്തുന്നതനുസരിച്ചാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ റോജിക്ക് അറിയാവുന്നറിയാം, എൻ്റെ ചെറുപ്പകാലത്ത് അടുത്ത പ്രസംഗം വരുന്നവരെ പ്രസംഗിക്കണമെന്നൊരു കുറിപ്പ് കിട്ടും. സാധാരണ ഇപ്പോൾ കൊടുക്കുന്ന കുറിപ്പ് പ്രസംഗം നിർത്താറായതാണ്. അന്ന് കിട്ടുന്ന കുറിപ്പ് നിർത്തരുത്, അടുത്ത ആൾ വരുന്നവരെ നീട്ടണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രസംഗിച്ച് പരിചയമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിർത്താനുള്ളൊരു കുറിപ്പ് കിട്ടിയാൽ അവിടുത്തെ നിർത്താവുന്നേ ഉള്ളൂ. എന്തുവാട്ടെ, സത്യവും ദീപവും നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പഞ്ഞിക്കാരനച്ഛനുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് സന്യാസി സിസ്റ്റർമാർ അവിടെ ഇരിപ്പുണ്ട്. ആ സഭ സ്ഥാപിച്ച ആളാണ് പഞ്ഞിക്കാരനച്ഛൻ. പഞ്ഞിക്കാരനച്ഛന് പത്രമേനി എന്നുള്ള എന്ത് മേനിയാണെന്ന് പൊതുവെ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കുന്ന മാതിരി അച്ഛനും സിസ്റ്ററും ആവും പോകുമ്പോൾ കുടുംബത്തിൽ നിന്ന് അവരുടെ ഒരു സമ്പത്തിനൊരു ഭാഗം കൊടുക്കും. അങ്ങനെ പഞ്ഞിക്കാരനച്ഛന് കിട്ടിയ പത്രമേനിയാണ്
അദ്ദേഹം അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഈ കയർ ഉൽപ്പന്നങ്ങൾ എറണാകുളത്ത് കൊണ്ട് കൊടുക്കാൻ പാകത്തിന് 2 ബോട്ട് വാങ്ങിച്ച് 3 ഉണ്ടായിരുന്ന എൻ്റെ അറിവ് ഗിരി ഉണ്ടായിരുന്നു, എന്താവട്ടെ സത്യവും ദീപവും. അപ്പോൾ ഇങ്ങനെ ഈ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം. ഇത് പഞ്ഞിക്കാരനച്ഛൻ്റെ വലിയൊരു ഇന്ന് ധന്യനായ ദേവദാസൻ ധന്യനായ പഞ്ഞിക്കാരനച്ഛൻ്റെ ഒരു ദീർഘ വീക്ഷണവും ദൂരക്കാഴ്ചയുമായിരുന്നു ഈ മുദ്രാലയ പ്രേക്ഷിതത്തിലേക്ക് കിടക്കുക എന്നുള്ളത്. അന്നൊരു അച്ചടിയാണ് മനസ്സിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മാധ്യമരംഗത്തേക്ക് പോയാലെന്ന് ആലോചിച്ച് സത്യദീപവും മലബാർമയിലൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ്. പറ്റിയൊരു കൂട്ടുകാരനായിട്ട് അന്ന് മോൺസർ നടുവത്തിശ്ശേരി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സത്യവും ദീപവും എന്ന് പറയുന്ന 2 ബോട്ടുകൾ വിറ്റിട്ട് ആ കാശ് കൊണ്ടാണ് ഈ സത്യദീപം ആരംഭിക്കുന്നത്. പഞ്ഞിക്കാരനച്ഛൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. കാരണം സത്യദീപത്തെ ഓർക്കുമ്പോൾ പഞ്ഞിക്കാരനച്ഛനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഈ 2 ബോട്ടുകൾ വിറ്റ് സത്യദീപം ആരംഭിച്ചപ്പോൾ ഈ സത്യദീപത്തിൻ്റെ പേര് സത്യദീപം എന്ന് കൊടുത്തത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ നിഷ് പോയിൻ്റിൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് സത്യത്തിൻ്റെ ദീപമാണ് നമ്മുടെ സത്യദീപം, ദീപത്തിലെ സത്യമാണ് നമ്മുടെ സത്യദീപം. ഇതാണ് എൻ്റെ ആമുഖ പ്രഭാഷണത്തിലെ പ്രമേയം. ഇതെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് 2 ബോട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് നടുക്ക് ഈ വലിയ വാഹനങ്ങളെ കൊണ്ടുപോകാനായിട്ട് ചങ്ങാടമുണ്ടാക്കിയിരുന്നത്. അപ്പോൾ പണ്ടത്തെ ബോട്ടിനാണെങ്കിൽ 2 ഡ്രൈവർ വേണം, ഒന്ന് മുകളിലും വേണം, ഒന്ന് താഴെയും വേണം. മുകളിലിരിക്കുന്ന ആൾ മണിയടിക്കുന്നതനുസരിച്ച് താഴെ ഇരിക്കുന്ന ആൾ ഗിയർ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചാലും വണ്ടി ഈ ബോട്ട് ചെല്ലേണ്ട സ്ഥലത്ത് എത്തില്ല. അപ്പോൾ എന്താണ് അങ്ങനെ 4 ഡ്രൈവർമാർ വെച്ചിട്ട് ഈ 2 ബോട്ടുകൾ കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടമായിട്ട് കൊണ്ടുപോയത് ആളുകളെ അക്കരെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്കരെ നിന്നും അക്കരെ എത്തിക്കുന്ന ഒരു ധർമ്മമാണ് പത്രധർമ്മമായിട്ട് സത്യദീപം ഏറ്റെടുത്തത്. എന്താണ് ഇക്കരെ, എന്താണ് അക്കരെ, ആരെയാണ് കൊണ്ടുപോയത്, ഇതാണ് 3 ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ സത്യം എന്താണ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെയും സത്യത്തിൻ്റെ ധർമ്മം എന്താണെന്നും ആ ധർമ്മത്തിൻ്റെ പാതയിലൂടെ ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമുദായത്തെയും അതിനായിട്ട് ദൈവം വിളിച്ച് നിയോഗിച്ച ഒരു സഭയെയും തിരുത്തിയും നയിച്ചും കൊണ്ടുപോകുന്ന ഒരു പത്രമായിരുന്നു. ആ 3 സമൂഹത്തെയാണ് ഇക്കരെ നിന്നും അക്കരെ സത്യദീപം എത്തിക്കാനായിട്ട് എക്കാലവും പരിശ്രമിച്ചിട്ടുള്ളത്. ആ സത്യദീപം എന്നും മുഖമുദ്രയായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത്, അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന സത്യമെന്ന വ്യക്തിയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്താമെന്ന് തന്നെയാണ്. അതിനകത്ത് അതൊരു നോൺ കോംപ്രമൈസിങ് ആണ്, നോൺ നെഗോഷ്യബിൾ ഫാക്ടറാണ്. അതിനകത്ത് മയമില്ല, മായം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം സത്യമെന്ന വ്യക്തിയെ ഒരുപക്ഷെ ഈ ഒരു കനൽ വഴിയിലൂടെ നടക്കേണ്ടതാണ്. ചില കടന്നാക്രമണങ്ങളൊക്കെ ചെറുക്കുമ്പോൾ കനൽ വഴിയിലൂടെ നടക്കേണ്ടി വരും. ഈ തേലക്കാട്ടത്തിനൊക്കെ നടന്നിട്ടുള്ള കാല് പൊള്ളിയിട്ടുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊട്ടെ അങ്ങനെ ഒരുപാട് ഈ സത്യത്തിൻ്റെ പാതയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും വ്യതിചലിക്കാതെ കൃത്യവും വ്യക്തമായ ഒരു പാത അതിലൂടെ തന്നെ നടക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു മാധ്യമമാണ് സത്യദീപം. നമ്മൾ ഈ സംഭവാമി യുഗേ യുഗ എന്നുള്ളൊരു പണ്ടത്തെ പാട്ടാണ്. അതിനകത്ത് സത്യത്തിൽ നിന്നും ശരശയ്യ മാത്രം എന്നൊരു വരിയുണ്ട്. സത്യത്തിൽ നിന്നും ശരശയ്യ മാത്രം എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു 2ാം ഭാഗം ഒരു പക്ഷേ പാട്ടുകാരൻ വിട്ടുപോയി, എഴുത്തുകാരൻ എല്ലാവരും വിട്ടുപോയതാണ് എൻ്റെ ഒരു ഓർമ്മ. അതറിയണമെന്നുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകണം. അവസാന ഭാഗത്ത് ഗാന്ധാരി എന്ന് പറയുന്ന ഈ കൗരവരുടെ അമ്മ വന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ യദുകുലത്തെ മുഴുവൻ ശപിച്ചിട്ട് എൻ്റെ 100 മക്കളെയും കൊന്ന നിൻ്റെ ഈ യദുകുലത്തെ ശപിച്ചിട്ട് ഈ ശ്രീകൃഷ്ണനോട് പറയുന്ന ഒരു ശാപവാക്കുകളുടെ സമയത്ത് ശ്രീകൃഷ്ണൻ ഈ ഗാന്ധാരിയോട് പറയുന്ന ഒരു രംഗമുണ്ട്, ഒരു സന്ദേശമുണ്ട്. അതാണ് ഒരു മുഖ്യപ്രമേയമായിട്ട് 2ാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം ശ്രീകൃഷ്ണൻ ഗാന്ധാരിയോട് പറഞ്ഞു, ഈ നിൻ്റെ 100 മക്കളും ഇത്രമാത്രം കൊള്ളരുതായ്മകൾ ചെയ്തിട്ട് ഈ നിൽക്കുന്ന പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴെല്ലാം അമ്മ എന്ന നീ എവിടെയായിരുന്നു? 1ാമത്തെ ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം ഇവിടെയാണ് ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുന്നത്. ഒരമ്മയ്ക്ക് നന്നാക്കാൻ പറ്റാത്ത മക്കളെ ദൈവത്തിന് പോലും നന്നാക്കാൻ പറ്റില്ല. ഇതാണ് ശ്രീകൃഷ്ണൻ ഗാന്ധാരിയോട് പറഞ്ഞു വയ്ക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ശരിക്കും വായിച്ച് ഉൾക്കൊള്ളേണ്ട തല രംഗങ്ങളാണ്. ഒരമ്മയ്ക്ക് നന്നാക്കാൻ പറ്റാത്ത ഒരു മക്കളെ
ഈ ദൈവത്തിന് പോലും നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സംഭാഷണം അവിടെ സമീപിക്കുന്നത്. ഞാൻ ഈ അമ്മയുടെ സ്ഥാനത്ത് അധികാരിയെ ഒന്ന് ഇന്ന് ചേർത്ത് വെച്ച് വായിക്കാൻ ആഗ്രഹിക്കുക. ഒരു അധികാരിക്ക് നന്നാക്കാൻ പറ്റാത്ത ഒരനുയായികളെ ദൈവത്തിന് പോലും നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ ആ അധികാരത്തിൻ്റെ സ്വരത്തിൻ്റെ കൃത്യതയും വ്യക്തതയും നഷ്ടപ്പെടാതെ സത്യദീപവും എക്കാലവും ഈ സമൂഹത്തെ അറിയിച്ചിരുന്നു. അത് സത്യദീപത്തിൻ്റെ ഒരു ധർമ്മമായിരുന്നു. മാർട്ടിനച്ചൻ പറഞ്ഞല്ലോ, കാലാകാലഘട്ടങ്ങളുടെ എഴുത്തിൻ്റെ വായനയുടെ ആ രൂപവും ഭാവവും എല്ലാം മാറിയെന്നുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും അടിസ്ഥാന ധർമ്മത്തിൽ നിന്നും ഒരിക്കലും സത്യദീപം വ്യതിചലിച്ചിട്ടില്ല. പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ ആ മൂർച്ചയോടുകൂടി പറയാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മൂർച്ച കൂട്ടിൽ എക്കാലവും പത്രാധിപന്മാർ കാട്ടിയിരുന്നു. ഒരുപാട് പേര് പത്രാധിപന്മാരായിരുന്നു, ഒരുപാട് ഇരിപ്പുണ്ട്. അവർക്കൊക്കെ അവർ കടന്നുപോയ വേദനകളും അറിയാവുന്നതാണ്. അതിൻ്റെ ചില തേങ്ങലുകളിൽ ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ ഇരിക്കുന്ന പുത്തമാനാലിസിൻ്റെ ഞാൻ പെട്ടെന്ന് മറന്നു പോകാതെ ഒരു കാര്യം ഓർത്തുപോയതാണ്. എൻ്റെ വിവാഹം നടക്കുന്നത് 1983 ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം വിയാനി ചാപ്പലാണ്. അപ്പോൾ വിയാനി ചാപ്പൽ അന്ന് എൻ്റെ പബ്ലിഷർ മാനേജറൊക്കെ ആയിരുന്നു പുത്തമാനാലച്ചനാണ്. ആ വിയാനി ചാപ്പൽ തിരഞ്ഞെടുത്തിട്ട് ഞാൻ അന്ന് എൻ്റെ ആദർശങ്ങളിൽ ഒന്നും ഉറച്ചു നിന്നിരുന്ന ആളായിരുന്നു. അപ്പോൾ ഞാനൊരു സാധാരണ ഒരു ഷർട്ടും മുണ്ടെടുത്ത് വന്നിട്ട് എൻ്റെ ഭാര്യ റൂബിക്ക് വേണ്ടിയിട്ടൊരു കോട്ടൺ സാരി കൊടുക്കണമെന്ന് നിർബന്ധവും പിടിച്ച് ഒരു 100 രൂപയുടെ മന്ത്രകോടിയും വാങ്ങിച്ച് അങ്ങനെ കല്യാണത്തിൻ്റെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന ആളുകൾ ഈ മണവാളെന്നെ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മണവാട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ആളായിരിക്കും മണവാളെന്ന്, അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ ആ ഒരു 100 രൂപയുടെ മന്ത്രകോടി ഇട്ടിട്ടും ഒരു സാധാരണ ഷർട്ടും മുണ്ടിട്ട് കെട്ടിയിട്ടും ഈ 44 വർഷമായിട്ടും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്ന് വിയാനി ചാപ്പലിനെ സാക്ഷിയാക്കി ഇന്നും ഒന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തോ ആവട്ടെ, അത് കഥയിലൊരു ഉപകഥയായിട്ട് അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഈ സത്യദീപത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ ഈ സത്യദീപത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സത്യമെന്ന വ്യക്തിയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് പരിചയപ്പെടുത്താനായിട്ട് വീഴ്ച പറ്റുന്നവരെ വീഴ്ച പറ്റിയെന്ന് ഓർമ്മിപ്പിക്കലും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗാന്ധാരിയുടെ പറഞ്ഞ സ്ഥലത്ത് അമ്മയുടെ സ്ഥാനത്ത് അധികാരിയുടെ വെച്ച് സൂചിപ്പിക്കാൻ കാരണം. അപ്പോൾ അധികാരികളോട് പറയേണ്ട രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, അതാണ് സഭയിലെ തിരുത്തൽ ശക്തി. സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ച, സമൂഹത്തിൻ്റെ ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ്? അത് പ്രത്യേകിച്ച് 4 സുവിശേഷ മൂല്യങ്ങളിലാണ്. 1 ജീവൻ്റെ, 2 സത്യത്തിൻ്റെ, 3 നീതിയുടെ, 4 സ്നേഹത്തിൻ്റെ. മുഖ്യമന്ത്രി ഉണ്ടായെങ്കിൽ ഞാൻ അനുകമ്പം കൊണ്ട് കൂട്ടിച്ചേർത്തണം. അദ്ദേഹത്തിന് പറയാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അദ്ദേഹം പറയാമായിരിക്കും തീർച്ചയായിട്ടും ഗവേണൻസ് വിത്ത് എമ്പതിയാണ് ഇപ്പോഴത്തെ എന്നുള്ള, അല്ലെങ്കിൽ റോജി എന്തായാലും പറയും. അപ്പോൾ അതുകൊണ്ട് ആ 5-ാം ഭാഗം ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 5 സുവിശേഷ മൂല്യങ്ങളെ എക്കാലവും മയപ്പെടുത്താതെയും മായം ചേർക്കാതെയും സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ വിടാതെ പോന്നിട്ടുള്ള അതിനകത്തുള്ള ചെറുകഥകളായ നോവൽ, 2 വിനോദരംഗങ്ങൾ അതിനകത്തുണ്ട്, ചെറുകഥയും നോവലുമാണ്. അതിനകത്തൊക്കെ നോക്കിയാലും ഈ മുഖ്യ പ്രമേയത്തോട് ചേരാതെ വരുന്ന ഏതെങ്കിലും ഒരു കഥയോ ഒരു നോവലോ ഒരുപക്ഷെ സത്യദീപം ഒരിക്കലും സത്യദീപം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല. അതൊരു സെൻസറിങ് അല്ല. കാരണം ഇത് ഈ ജീവ, ഈ ശബ്ദം എന്തിനു വേണ്ടി എന്നുള്ള തിരിച്ചറിവ് ഇതിൻ്റെ പത്രാധിപർക്കുണ്ടാവും. നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരാൾ, പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഒരു പബ്ലിക്കേഷൻ മോശമായി കഴിഞ്ഞാൽ ഡിഫമേഷൻ കേസിൽ അതിൻ്റെ വൈക്കേറിയസ് ലയബിലിറ്റി കൊടുക്കുന്ന പത്രാധിപർക്കുണ്ട്, അതിൻ്റെ ഓണർക്കുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ എല്ലാം ഒരു ഉത്തരവാദിത്തമാണ്. അമരക്കാരൻ്റെ ഒരു ജാഗ്രത, നിതാന്ത ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ടാണ് സത്യദീപം അന്നും ഇന്നും എന്നും ഈ പറയുന്ന മൂല്യങ്ങളിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ, എന്നാൽ മൂർച്ച ഒട്ടും കുറയ്ക്കാതെ കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മുത്തശ്ശിയാണ് ഇന്ന് 100 വയസ്സ് ആവുന്നത്. സത്യദീപത്തിൻ്റെ ധർമ്മത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ഈ പത്രധർമ്മം എന്നുള്ളത് സത്യത്തിന് സാക്ഷിയാവുക എന്നുള്ള യേശുവിൻ്റെ ആ ഒരു ആഹ്വാനം തന്നെയാണ്. ആ സത്യമെന്ന വ്യക്തിയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്താൻ, സത്യമെന്ന വ്യക്തിയെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ആളുകൾക്കൊരു ധൈര്യവും ആളുകൾക്കൊരു ഊർജ്ജവും ആളുകൾക്കൊരു പ്രചോദനം കൊടുക്കാൻ തക്കവണ്ണം ഈ സത്യദീപത്തെ ഇത്രകാലം നയിച്ച എല്ലാ പ്രിയങ്കരെയും ഓർത്ത് അവരുടെ ദിവംഗതരായവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. ഇന്നും ഈ സത്യദീപത്തെ സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന എല്ലാവരെയും ഞാൻ മനസ്സോടെ നമിക്കുന്നു. ഈ സത്യദീപത്തിൻ്റെ
എന്താ പറയുക, ഗുണഭോക്താക്കളും അഭ്യുദയകാംക്ഷികളും വായനക്കാരും വരിക്കാരും എഴുത്തുകാരും ഒക്കെ ആയിട്ട് ഇവിടെ കൂടി വന്നിട്ടുള്ള എല്ലാവരും തുടർന്നും ഈ പത്രധർമ്മത്തെ ഇന്നും പിടിച്ചു നിൽക്കുന്ന ഈ പത്രത്തെ വിട്ടുപോകാതെ നിന്നു പോകാതെ, ഇന്ന് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ, ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വലിയൊരു പ്രഷറിൻ്റെ ഇടയ്ക്കും പിടിച്ചു നിൽക്കാൻ സത്യദീപം ശ്രമിക്കുന്നുണ്ട്. ഓൺലൈനിലേക്ക് മാറിയെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രിൻ്റുണ്ട്. കാരണം ഈ പ്രിൻ്റിന് അതിൻ്റേതായ മാതിരിയുണ്ട്. ചരിത്രത്തിൽ ഒരുപക്ഷെ പ്രിൻ്റായിരിക്കും എന്ന് നിലനിൽക്കുക. ഇപ്പോൾ നമ്മളിവിടെ കടന്നു പോകുന്ന വഴിക്ക് ജസ്നജ് പറയായിരുന്നു, ഇതൊന്ന് നിന്ന് വായിച്ചു പോകേണ്ടതാണ്. സത്യമാണത്. ഒരു 3-4 മണിക്കൂറെടുത്ത് നിന്ന് വായിച്ചു പോന്നാലേ ആ ആദ്യകാലങ്ങളിൽ മുതൽ സത്യദീപം പുലർത്തി പോന്ന ആ ഒരു വലിയ ആ ഒരു സത്യത്തിൻ്റെ, നീതിയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, ജീവൻ്റെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം വില കൊടുത്തു എന്ന് മനസ്സിലാവുകയുള്ളൂ. ഒരിക്കൽ കൂടി ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സത്യദീപത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ നേരിൻ്റെ നേർവഴിയിലൂടെ നടക്കുവാനായിട്ട് സത്യദീപത്തിന് എല്ലാ കനൽ വഴികളിലൂടെ നടക്കേണ്ടി വന്നാലും, ഏത് കടന്നാക്രമണത്തെ ചെറുക്കേണ്ടി വന്നാലും പിടിവിടാതെയും പിടിച്ചു നിൽക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കരുത്ത് നല്ല തമ്പുരാൻ നൽകട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.